പക്ഷെ നമ്മൾ ഇത് കൂടാണ്ട് തന്നെ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനിൽ ഞാൻ എല്ലാവരുടെയും മൊഴി എടുക്കാൻ വേണ്ടി ഇവള് നിന്നുവെച്ചാൽ ബ്യൂട്ടി പാർലറിന് മേഡത്തിന് എല്ലാവരെയും കൊണ്ടുവന്ന് മൊഴി കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഇവള് സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്ത 9 വോയിസ് ക്ലിപ്പ് ഉണ്ടായി. അതിൽ ബിന്ദു കരയണവരമുണ്ട്. അതായത് വിഷ്ണു വന്നിട്ടിരിക്കുമ്പോൾ ഞാൻ വരികയാണെങ്കിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം, ഞാൻ വരത്തില്ല വിഷ്ണു, നീ തിരിച്ചു പോകുന്നതെല്ലാം പറയണതുണ്ട്. ഈ നിർണായകമായ തെളിവ് ജനങ്ങളെ ഇത് കേൾക്കണോട്ടാ, സത്യ പച്ചക്ക് പറയുക കുമ്പളയിക്കാരൻ. ഈ നിർണായകമായ തെളിവ് അന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റേഷൻ പരിധിയിൽ സമർപ്പിച്ചപ്പോൾ 5 പേര് സാക്ഷികളാണ്. മൊഴിയും കൊടുത്ത് ഇത് സമദ് സാറിൻ്റെ കയ്യിലായിട്ടാണ് കൊടുത്തത് പള്ളൂരുത്തി സ്റ്റേഷനിൽ. അപ്പോൾ സാറ് പറഞ്ഞു ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കും, ഇത് നിർണായകമായ തെളിവാണ്, ചെക്കനുള്ളിൽ പോകാൻ ഇത് ധാരാളമാണ്. ഞാൻ പറഞ്ഞു സാറെ നഷ്ടപ്പെടുത്തി കറിയരുത്, അപ്പോൾ ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. എന്നിട്ട് സമദ് സാറിൻ്റെ ഫോണിൽ നിന്ന് അന്ന് എന്ന് വെച്ചാൽ CA സിൽവസ്റ്ററിൻ്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്തു. അത് ഞാനും പുള്ളിയുടെ കൂടെ നിന്ന് കേട്ടാ. ഇപ്പം അവർ പറയണത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടില്ല. ഈ വോയിസ് റെക്കോർഡ് നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇല്ലേ? വോയിസ് റെക്കോർഡ് നമുക്ക് കൊടുത്തിട്ട് ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ ഇതിൽ ഈ ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കണ മേലധികാരികളും കൊച്ചി പോലീസ് കമ്മീഷണർ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെടേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനെ കുറിച്ച് അല്ലാണ്ട് തന്നെ പരാതി ഒരുപാടുണ്ട്. ഇപ്പൊ സംഭവിക്കണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ മരണമൊഴി എല്ലാവരുടെ കയ്യിലുണ്ടല്ല, ഈ വോയിസ് റെക്കോർഡ് ഇല്ല എന്നിട്ട് ഇവർ വിലപേശി.